ഹാഫ് പേ ലീവ് അർത്ഥവേദനാവധി KSR വോളിയം 1 റൂള് 82, 83, 93. എല്ലാ വിഭാഗം ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു പൂർണ്ണ വർഷ സേവനത്തിന് 20 ഹാഫ് പേ ലീവ് അർത്ഥവേദനാവധിക്ക് അർഹതയുണ്ട്. HPL കാൽക്കുലേഷന് പൂർണ്ണ വർഷങ്ങൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതായത് ഏതാനും മാസങ്ങൾ കണക്കാക്കിയോ ദിവസങ്ങൾ കണക്കാക്കിയോ HPL ക്രെഡിറ്റിൽ വരില്ല. ഉദാഹരണത്തിന് ഒരു ജീവനക്കാരന് 3 വർഷവും 11 മാസവും ഇതുവരെയുള്ള ആകെ സേവനകാലമെങ്കിൽ നിലവിൽ 3 വർഷത്തെ HPL മാത്രമേ അക്കൗണ്ടിൽ വരൂ. 3 വർഷത്തിൻ്റെ 20 വെച്ച് 60 HPL. ബാക്കി 11 മാസം അടുത്ത വർഷത്തിനെ പരിഗണിക്കുകയുള്ളൂ. മറ്റുദാഹരണത്തിലേക്ക് കടന്നാൽ സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് മുമ്പ് 2 വർഷവും 9 മാസവും ബാലൻസ് പീരീഡുണ്ടെങ്കിൽ 2 വർഷത്തിൻ്റെ പേരിലുള്ള 40 HPLനെ അർഹതയുള്ളൂ. അവധി കാലയളവ് ഡയസ് നോൺ, ലീവ് വിത്തൗട്ട് അലവൻസ്, വിത്ത് ഓർ വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം HPL കണക്കാക്കുന്നതിന് യോഗ്യകാലമായി പരിഗണിക്കും. എന്നാൽ സസ്പെൻഷൻ പീരീഡ്, LW ആസ് പെർ അപ്പൻഡിക്സ് 12A, 12B, 12C എന്നീ കാലയളവുകൾ മാത്രം HPL കണക്കാക്കുന്നതിന് യോഗ്യകാല സേവനമായി പരിഗണിക്കില്ല. HPL എത്ര വേണമെങ്കിലും ഒരു വർഷം ഒരുമിച്ചെടുക്കാം. HPL പേഴ്സണൽ അഫയേഴ്സിലും എടുക്കാം, മെഡിക്കൽ ഗ്രൗണ്ടിലും എടുക്കാം. പക്ഷേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് HPL എടുക്കുന്നതെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം തിരികെ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ. സർവീസിൽ കയറി 1 വർഷം പൂർത്തിയാക്കിയാൽ HPL ഉപയോഗിക്കുന്നതിന് അർഹത ലഭിക്കും. HPL സാലറി റൂള് 93 1/7/2019 പേ റിവിഷൻ പ്രകാരം 50,200 മുതൽ കുറവാണ് ബേസിക് പേ എങ്കിൽ HPL എടുക്കുന്ന ഒരു ജീവനക്കാരന് പകുതി ബേസിക് പേ മാത്രമേ കുറവ് വരികയുള്ളൂ. അതായത് പകുതി ബേസിക് പേ പ്ലസ് ഫുൾ DA. അല്ല എങ്കിൽ ഫുൾ പേ പ്ലസ് ഫുൾ DAയുടെ 65%. ഇതിലേതാണ് കൂടുതൽ അത് ലഭിക്കും. ഇവ തമ്മിലുള്ള വ്യത്യാസത്തിന് സ്പെഷ്യൽ ലീവ് അലവൻസ് എന്നും പറയും. ചുരുക്കത്തിൽ ബേസിക് പേ 50,200 മുതൽ താഴെയാണ് എങ്കിൽ പകുതി ബേസിക് പേ മാത്രമേ ജീവനക്കാരന് നഷ്ടമാകൂ. എന്നാൽ ബേസിക് പേ 50,200 കൂടുതലാണ് എങ്കിൽ പകുതി ബേസിക് പേ പ്ലസ് പകുതി DA. മുകളിൽ പറഞ്ഞ 2 കേസുകളിലും 180 ദിവസം വരെ പൂർണ്ണ നിരക്കിൽ HRA ലഭിക്കും. സ്പാർക്കിൽ ബില്ലെടുക്കുമ്പോൾ ഇതെല്ലാം അപ്ഡേറ്റായി ഓൾറെഡി നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. HPL അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് മാക്സിമം ലിമിറ്റ് ചെയ്തിട്ടില്ല. താങ്ക് യു.